ഹലോ ഫ്രണ്ട്സ്, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഈ സ്പിന്നർ ഇതിപ്പോൾ ഇതിനകത്തുള്ള വെള്ളം നേരെ പോകത്തില്ല, അതുപോലെ നേരെ കറങ്ങത്തില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ടൂൾസിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ആദ്യം ഈ കാണുന്ന പാട്ട് ഇത് നമ്മൾ അഴിച്ചു മാറ്റണം. ഇത് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ കൈ കൊണ്ട് തന്നെ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇവിടെ 2 ലോക്ക് വരും. ഇതിന് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മാത്രം മതി. ചെറിയൊരു ശബ്ദം കേൾക്കും, ഒന്നും പേടിക്കുകയൊന്നും ചെയ്യേണ്ട, പൊട്ടിയൊന്നും പോകത്തില്ല. ഈ കാണുന്ന 2 ലോക്ക് ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ സ്ക്രൂ പോലത്തെ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി. അതുമാത്രമല്ല പുറകുവശം ഉണ്ട്, പക്ഷെ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്താൽ മാത്രം മതി, പൊട്ടിയൊന്നും പോകത്തില്ല. കൈയുടെ നമുക്ക് പൊക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ പാർട്ട്. ഇത് അഴിച്ചു മാറ്റിയ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോ കാണിക്കാം. ഈ കാണുന്നുണ്ടോ, ഇത് കംപ്ലീറ്റും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, ഇതൊന്നും പോകുന്നില്ല. അതിന്റെ അർത്ഥം ഇതിനകത്ത് ഡ്രെയിൻ വാൽവ് അല്ലെ വെള്ളം പോകുന്ന ഹോള് അത് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വെള്ളം പോകാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ചെറിയ ചെറിയ തുണികൾ, ഈ കൊച്ചുകുട്ടികളുടെ ചെറിയ വസ്ത്രങ്ങൾ ഇതിനകത്ത് ആ ഹോളിൽ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ വെള്ളം പുറത്തു പോകാത്തത്. ഞാനിപ്പോ കാണിക്കാം, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ. എന്തായാലും ഈ കാണുന്നുണ്ടാ, ഇതിനകത്ത് തുണികൾ കിടപ്പുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കൈ കൊണ്ട് എടുത്ത് കാണിക്കാം. ഒരെണ്ണം കിട്ടി. അതുപോലെ തന്നെ കുറെ തുണികൾ ഇതിനകത്ത് കിടപ്പുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ വെള്ളം കുറയുന്നത് കാണാൻ പറ്റും. ഇനി തുണി ഉണ്ടെങ്കിലും ഈ വെള്ളം പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഡ്രെയിൻ വാൽവ് ബ്ലോക്ക് ആവുന്നതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ വെള്ളം പോവാത്തതും അതുപോലെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ആവാത്തതും. അപ്പോൾ സ്പീഡിൽ കറങ്ങത്തില്ല. ഈ വെള്ളം പോകാതിരുന്ന് കഴിഞ്ഞാൽ സ്പീഡിൽ കറങ്ങത്തില്ല. അതുമാത്രമല്ല, ജാം ആവുന്നതുകൊണ്ടും കറങ്ങത്തില്ല. ഇത് കണ്ടോ, ആ തുണിയെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്തുള്ള കംപ്ലീറ്റ് വെള്ളം പോയി, ബക്കറ്റ് ഫ്രീ ആയി. കണ്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു ടെക്നീഷ്യനെ വിളിക്കേണ്ട. സ്വന്തമായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ തുണികൾ കംപ്ലീറ്റ് പോയതിനു ശേഷം ആദ്യം ഉറപ്പ് വരുത്തുക അതിനകത്ത് വേറെ എന്തെങ്കിലും കിടപ്പുണ്ടോ. ഇതിപ്പോൾ ആ ഡ്രെയിൻ വാൽവിന് ഒരു ചെറിയൊരു തുണി കഷ്ണം കൂടി കിടപ്പുണ്ട്. അതെടുക്കാൻ കുറച്ച് പാടാണ്. സോറി, തുണിയല്ല കേട്ടോ, അതതിൻ്റെ കളർ, അതിൻ്റെ പാർട്സിൻ്റെ കളറാണത്, തുണിയല്ല. നോക്കട്ടെ, അത് തുണിയല്ല അത് തുണിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ തുണിയല്ല അത്. എന്നിട്ട് നല്ല രീതിയിൽ 4 ചുറ്റും നോക്കുക, അതിനകത്ത് വേറെ എന്തെങ്കിലും തുണിയെല്ലാം കിടപ്പുണ്ടോ എന്ന് പറയട്ടെ. അത്രേ ഉള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിന്റെ ഉപയോഗം ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. തിരിച്ച് അഴിച്ച സ്ഥാനം അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുക. നിറന്നല്ല എടുത്തത്, അതുപോലെ തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഉണ്ടോ, ഇതിൽ കൂടുതൽ ജോലിയൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്കിതിൻ്റെ ഉപയോഗിച്ചു നോക്കാം. സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ടുള്ള അതിൻ്റെ വൈബ്രേഷൻ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും
നേരത്തെ ഇങ്ങനെ ഒന്നില്ലായിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.